BMH Bodyguard, brought to you by Baby Memorial Hospital, Calicut, Kannur. ഷുഗർ ഒന്നും ഇതുവരെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇപ്പോ ശരിയായ പ്രമേഹ രോഗിയായിരിക്കുന്നല്ലോ. എനിക്ക് ഷുഗറോ? അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ച് വ്യായാമമൊക്കെ ചെയ്ത് ഒപ്പം കൃത്യമായി മെഡിസിൻ എടുത്താൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താവുന്നതേ ഉള്ളൂ. ഭക്ഷണ കാര്യത്തിലൊക്കെ എന്ത് നിയന്ത്രണമാ വരുത്തേണ്ടത്? മധുരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. പിന്നെ കൊഴുപ്പും അമിതാഹാരവും പരമാവധി കുറയ്ക്കണം. അത് പ്രമേഹമുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഗുണമേ ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ഭക്ഷണക്രമം കൊണ്ട് സാധിക്കും. പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്തിയ ആഹാരമാണ് ശീലിക്കേണ്ടത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആഹാരവും മരുന്നും കഴിക്കുന്നതിന് സമയക്രമം പാലിക്കുക എന്നതാണ്. 3 നേരം എന്നതിന് പകരം 4-5 നേരമായിട്ട് അമിതമാവാതെ ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. പുകവലി, മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും വഴി ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. മരുന്നും മുടങ്ങാതെ കഴിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയും അരുത്. ക്ഷണിക്കാതെ വരുന്ന അതിഥിയല്ല പ്രമേഹം. അറിഞ്ഞും അറിയാതെയും നമ്മൾ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണത്. നിശബ്ദനായി കടന്നുവന്ന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വില്ലനാണ് പ്രമേഹമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ, വലിപ്പ ചെറുപ്പ ഭേദമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ പ്രമേഹം ആരെയും പിടികൂടുന്നു. ഭക്ഷണ സംസ്കാരം മാറിയതും ജീവിതശൈലികൾ ആരോഗ്യകരമല്ലാത്തതും പ്രമേഹത്തെ ക്ഷണിച്ചു വരുത്തുന്ന പ്രധാന സംഗതികൾ തന്നെയാണ്. അതിനാൽ ലളിതമായ രക്തപരിശോധനകളിലൂടെ പ്രമേഹ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഉചിതമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ ഒട്ടും വൈകിക്കൂടാ. ലെറ്റ് us change. BMH Bodyguard, brought to you by Baby Memorial Hospital, Calicut, Kannur.